ഹലോ, ഇത് നിങ്ങളുടെ സ്വന്തം ഡയറ്റീഷ്യനാണ് കേട്ടോ. സോ കുഞ്ഞുങ്ങളുടെ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഒത്തിരി നാളായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ദുവക്കുട്ടിയുടെ വാട്ടർ ഈച്ചിൻ്റെ ഒരു ആവറേജ് ഡേയിൽ ദുവ എന്തൊക്കെ കഴിക്കുന്നതെന്നുള്ളൊരു കുഞ്ഞ് വീഡിയോ. ശരിക്കും ഉണ്ടല്ലോ, ഈ ദുവ എന്തെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് കേട്ടോ. നീ വലിയ പീഡിയാട്രിക് ഡയറ്റീഷ്യൻ അല്ലേ, നിനക്കപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര അറിവായിരിക്കുമല്ലോ. അപ്പോൾ ദുവയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡയറ്റും അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റൊക്കെ നിനക്ക് ചൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ എന്ന്. ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, എല്ലാ അമ്മമാരും പീഡിയാട്രിക് ഡയറ്റീഷ്യനാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ കുഞ്ഞിൻ്റെ ബിഹേവിയറും ടേസ്റ്റും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഫുഡ് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അമ്മമാർക്കുണ്ട് കേട്ടോ. അയ്യോ, ഒരു ചെറിയൊരു തിരുത്തുണ്ട്, അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കുണ്ട്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടത്തിലുണ്ടല്ലോ ഒരു ഫസ്റ്റ് ഈറ്റിംഗ് ടൈം ഉണ്ടാവും. അതിപ്പോൾ 6 monthsലായിരിക്കാം, അതുപോലെ 1 yearലായിരിക്കാം, ടുവേർഡ്സ് 2 years ആയിരിക്കാം. അത് മോസ്റ്റ് ഓഫ് ദ പിള്ളേർക്കും ഒരു 2 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു ബിഹേവിയർ കണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞാലും അവർ വാതിർക്കില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജങ്ക് ഫുഡോ ഒക്കെ ആണെങ്കിൽ അവർ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും കുറേ ട്രിക്സും കുറേ ടിപ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പരീക്ഷ നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളിൽ കുറേ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദുവയുടെ കാര്യത്തിൽ ഞാൻ ഒരു മികച്ച തീരുമാനം എന്നുള്ള രീതിയിൽ എപ്പോഴും എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്തത്. അതായത് ഞാൻ 6 മാസത്തിൽ തന്നെ വീൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. 6 മാസത്തിന് മുന്നേ ഞാൻ ഒരു കട്ടിയുള്ള ആഹാരം കുഞ്ഞിന് കൊടുത്തില്ല. അപ്പോൾ 6 മാസത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഖരാഹാരം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ സൂൺ ആസ് പോസിബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു സ്ട്രക്ചേർഡ് പ്രോസസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത്രയും നേരത്തെ മാക്സിമം ഫുഡുകൾ കൊടുത്ത് അവളുടെ ഡയറ്റ് ഒന്ന് ബ്രോഡൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്ത ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുവ പാസിഫയർ യൂസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു കേട്ടോ ഫ്രം ബർത്ത്. അപ്പോൾ ആ പാസിഫയർ നമ്മൾ റൈറ്റ് ടൈമിൽ എടുത്ത് മാറ്റി. അതുപോലെ തന്നെ അവൾ കുറച്ച് സ്ക്രീൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ രണ്ടുപേരും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അവൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആ ടൈമിൽ കുറച്ച് സ്ക്രീൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ദുവ ഒട്ടും തന്നെ, അതായത് 0 സ്ക്രീനാണ്. ഒട്ടും TV കാണുന്നില്ല, ഒട്ടും മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. അവൾ കംപ്ലീറ്റ് ടോയ്സും അവളുടെ ബുക്സും ഒക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ്ഡാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഈസിയാണ് നമ്മുടെ ലൈഫ്. ദുവ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നുണ്ടോ? കൂവപ്പൊടി കുറുക്കിയതാണ് കേട്ടോ, ചുമ്മാ കുറുക്കിയതല്ല, തേങ്ങാപ്പാലിൽ കുറുക്കിയതാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ പലതരം നട്ട്സ് പൊടിച്ചിട്ടുള്ള ഒരു പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷേ ഞാനതെല്ലാം ഇങ്ങനെ ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്ത് 1 സ്പൂൺ വീതം കൊടുക്കും. അത് ഭയങ്കര നല്ലതാണ്. അത് എള്ള് ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. എല്ലാ നട്ട്സുകളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഒത്തിരി നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരു ജെല്ലി ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. ഒരു ഹൽവ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി ആകുമ്പം അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. ഇത് എപ്പോഴും കൊടുക്കുന്നതൊന്നും അല്ല കേട്ടോ, വളരെ വിരളമായിട്ടുള്ള ദിവസങ്ങളിലാണ്, അതായത് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ മിഡ് മോർണിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ടൈപ്പ് സ്നാക്സ് ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. ഒന്ന് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒരു വെജിറ്റബിളോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവൾ കഴിക്കുന്നത് കിവിയാണ്. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതായിട്ട് കൊടുക്കുന്ന നട്ട്സാണ് കേട്ടോ, മിക്സ്ഡ് നട്ട്സാണ്. ചിലപ്പോൾ അത് ആഫ്റ്റർനൂൺ ആയിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ രാവിലെ കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമായിട്ട് കൊടുക്കുന്നൊരു കാര്യമൊന്നുമല്ല ഞാൻ നട്ട്സ്. കാരണം ഞാൻ നട്ട്സ് പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൗഡർ ഞാനിങ്ങനെ ഫുഡിൽ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ വലിയ നിർബന്ധമില്ല നട്ട്സ് കഴിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ അണ്ടർ 5 ഉണ്ടല്ലോ, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നട്ട്സൊക്കെ കൊടുക്കുമ്പം പ്രത്യേകിച്ച് അൺഅറ്റൻഡഡ് ആയിട്ട് ഒരിക്കലും കൊടുക്കരുത്. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിനുശേഷം നമ്മൾ ലഞ്ചിന് കഴിക്കുന്നത് മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും മധുരക്കിഴങ്ങാണ് കഴിച്ചത്. മധുരക്കിഴങ്ങ് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ, അതിൻ്റെ ഒത്തിരി ഫൈബറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മധുരക്കിഴങ്ങ് കഴിക്കുമ്പം കുറച്ച് ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ദുവയ്ക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇങ്ങനെ മാഷ് ചെയ്തിട്ടാണ് കൊടുത്തത്. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചെറിയ മധുരം അതിനുള്ളൂ, ഒത്തിരി മധുരമൊന്നുമില്ല, പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഒരു കംപ്ലീറ്റ് മീലൊക്കെ തന്നെയാണ്. അതിൽ നല്ല കാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഒറ്റ ബൗൾ റൈസ് കൊടുത്തു കഴിഞ്ഞാലൊന്നും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടുന്നില്ല അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നേരം ഒരു ജാക്കറ്റ് പൊട്ടറ്റോ പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണമെങ്കിൽ ഇതുപോലെ മധുരക്കിഴങ്ങ് വെച്ചിട്ട്, അല്ലെങ്കിൽ നോർമൽ കിഴങ്ങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിൽ കുറച്ച് ഈവൻ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നെയ്യും കുറച്ച് അവർക്ക് മധുരത്തിന് വേണ്ടി ഡേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാ നേരവും ചോറും അതുപോലെ കറികളും തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ദുവ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം. അതുപോലെ 2 നേരം പാൽ കുടിക്കാറുണ്ട്. ഭയങ്കര കുറച്ച് അളവിലാണ് ഞാൻ പാൽ കൊടുക്കാറുള്ളൂ. കാരണം അവൾക്കിപ്പോൾ ഒരു 2.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 90 ml വെച്ച് 2 നേരം പാൽ കൊടുക്കും. അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് പാൽ കൊടുക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല കുഞ്ഞുങ്ങളിലും ഇതുപോലെ പാലിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവരുടെ വിശപ്പിൻ്റെ അളവ് അതുപോലെ കുറവായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കുറയ്ക്കുക. പകരം പാൽ ഉൽപ്പന്നങ്ങൾ കൊടുത്താൽ മതി കാൽസ്യത്തിന് വേണ്ടിയായിട്ട്. ഇന്നിപ്പോൾ അവൾ കഴിക്കുന്നുണ്ടല്ലോ ഒരു മൾട്ടിഗ്രെയിൻ പൊറിഡ്ജാണ്. ഒരു മൾട്ടിഗ്രെയിൻ പൊറിഡ്ജും അതിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞ കുറച്ച് നട്ട്സിൻ്റെ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യ്. അപ്പോൾ പലപ്പോഴായിട്ട് ഈ നെയ്യ് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടൂ മച്ച് നെയ്യാണെന്ന്. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ അവൾ നെയ്യ് കഴിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ദുവയുടെ വാട്ട് ഈച്ച് ആൻഡ് ഡേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ അവരുടെ വളർച്ചയിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാനിക് ആവണ്ട, ഒട്ടും വറീഡ് ആവണ്ട. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പല കുട്ടികളുടെയും വളർച്ച പല രീതിയിലായിരിക്കും. ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് തരുന്ന സ്ട്രെസ്സ് നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. എപ്പോഴും നിങ്ങളുടെ ഒരു ജനറ്റിക്സ് ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ചില സമയത്ത് നമ്മൾ പാരൻസ് പെറ്റൈറ്റ് സൈസ് ആയിരിക്കും, വളരെ ചെറിയ ആൾക്കാരായിരിക്കും. നമുക്കപ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റും വെയിറ്റും ഒന്നും അത്രത്തോളം ഒക്കെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പിന്നെ ശരി കേട്ടോ, അത്രയൊക്കെയുള്ള വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.